Hello dears, welcome back to Silent Learning. It's me Sri Bhama SB. മക്കളെ ഇതാ പരീക്ഷ എത്തിയല്ലേ, ആനുവൽ എക്സാം എത്തി, അടിപൊളിയായിട്ട് പഠിക്കണം, സെറ്റായിട്ട് പഠിക്കണം. സോ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇനി ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസുകളാണല്ലേ. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ളതാണ് അറിയേണ്ടത്. സോ അതിന് വേണ്ടിയിട്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളിലോട്ട് മിസ്സ് കടക്കാൻ വേണ്ടി പോകുന്നത്. സോ എക്സാം ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനുള്ള സമയമാണ്. ഒന്നാമത് കുറഞ്ഞ സമയം, കുറേ കാര്യങ്ങൾ പഠിക്കണം, മൊത്തം കൺഫ്യൂഷൻ, ആകെ മാതിരി ജഗപൊക്കെയാണല്ലേ. സോ ആ സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ആണ്. സോ മിസ് ഇതാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ വർക്ക്ഔട്ട് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം യെസ് സെറ്റാണ് മിസ് ചെയ്യുന്ന താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. റെഡി? അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ആൻഡ് റൈറ്റ് വാട്ട് ഇറ്റ് ഈസ്. ഇതെന്താണ് തന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ചിത്രത്തിലുള്ളത് ഗ്രഹമാണോ നക്ഷത്രമാണോ ചോദിച്ചു. 10 ലക്ഷം ഭൂമി ഉൾക്കൊള്ളുന്ന വലിപ്പം, ഭൂമിയിൽ നിന്ന് 60 കോടി കിലോമീറ്റർ അകലെ. ഈ പ്രസ്താവന ചിത്രത്തിൽ കൊടുക്കുന്നതിന് ഉചിതമാണോ അല്ലെങ്കിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് ഉള്ളത്. ഏതാണ് മക്കളെ ഉള്ളത്? ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അതാ. ചൂട് ചൂട് ചൂട്. എന്താ ചൂട് വരാനുള്ള റീസൺ? നമ്മുടെ സണ്ണ് അല്ലേ, നമ്മുടെ സൂര്യനാണ്. സൂര്യൻ എന്ന് പറയുന്ന ആൾക്ക് 13 ലക്ഷം വരെ ഭൂമി ഉൾക്കൊള്ളാനുള്ള വലിപ്പമാണുള്ളത്. എടാ ആലോചിക്കടാ, ഒരു ഭൂമി പറയുമ്പോൾ തന്നെ എന്തോരം വലിപ്പ. നമ്മളെ കൊണ്ട് പറ്റുമോ ഭൂമി മൊത്തം കവർ ചെയ്യാൻ? പറ്റില്ല. അത്രയും 13 ലക്ഷം എന്താണ് ഭൂമി ഉൾക്കൊള്ളാനുള്ള കഴിവുള്ള ആളാണ് നമ്മുടെ സൺ എന്ന് പറയുന്നത്. 13 lakh എന്താണ്, അതുപോലെ 15 crore കിലോമീറ്റർ എവിയാണ്, 15 കോടി കിലോമീറ്റർ അകലെയാണ് നമ്മുടെ ആരുള്ളത്, സൂര്യനുള്ളത് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള സൂര്യനുള്ള സ്റ്റേറ്റ്മെന്റ്. അതുപോലെ നമ്മളോട് ചോദിച്ചത് സൂര്യൻ ഒരു നക്ഷത്രമാണോ ഗ്രഹമാണോ എന്ന് ചോദിച്ചു. എടാ മക്കളെ, ഈ സൂര്യൻ എന്ന് പറയുന്ന ആൾ എന്താണ്, ഗ്രഹമാണോ? അല്ല, ഇറ്റ് ഈസ് എ സ്റ്റാർ. സൂര്യൻ ഒരു സ്റ്റാർ ആണ് അല്ലേ. സൂര്യ ഒരു സ്റ്റാർ ആണ്. തമിഴ്നാട്ടിലെ സൂര്യനെ കണ്ടിട്ടില്ലേ? മുന്തിനം പാർത്തേനെ പത്തതും തോற்றേനെ അല്ലേ. ആ സൂര്യ എടുത്ത സ്റ്റാർ അല്ലേ. അപ്പൊ ആലോചിച്ച് വെക്കുക, അതേപോലെ സൂര്യൻ എന്ന് പറയുന്ന ആള് സ്റ്റാർ ആണെന്ന് ആലോചിച്ച് വെക്കുക. ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന, ഭൂമിയോട് കാണപ്പെടുന്ന നക്ഷത്രമാണ്. ദ സൺ ഇസ് ദ ക്ലോസസ്റ്റ് സ്റ്റാർ ടു ദ എർത്ത്. ലൈക്ക് ദ സൺ ദർ ആർ ബില്യൺ ഓഫ് സ്റ്റാർസ് ഇൻ ദ യൂണിവേഴ്സ്. മെനി സ്റ്റാർസ് ഹാവ് ദ പ്ലാനറ്റ് ആൻഡ് ദിയർ സാറ്റലൈറ്റ്സ്. ഇതുപോലെ തന്നെ സൂര്യനെ പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ നമ്മുടെ നമ്മുടെ പ്രപഞ്ചത്തിൽ ഉണ്ടെന്നും പറയുന്നുണ്ട്. അവയ്ക്കൊക്കെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഏറ്റവും നടുവിൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ സൂര്യൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പം എൻ്റെ മക്കൾക്ക് അതറിയാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ബഹിരാകാശം എന്നാൽ എന്ത്? വാട്ട് ഈസ് സ്പേസ്? ബഹിരാകാശ നിലയമാണ് ചിത്രത്തിൽ കൊടുത്തത്. എന്താണ് ബഹിരാകാശ നിലയം? വാട്ട് പ്രോബ്ലംസ് ക്യാൻ ബി ഫേസ്ഡ് ബൈ ദ പീപ്പിൾ ഹൂ റീച്ച് ദ സ്പേസ് സ്റ്റേഷൻ ഫോർ എക്സ്പെരിമെന്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരീക്ഷാശാലയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ബഹിരാകാശ നിലയത്തിൽ അവർ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കേണ്ടത്. എന്താണ് ബഹിരാകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായിട്ടുള്ള ഒരു സ്ഥലം. നമ്മുടെ ഭൂമിയിലൊക്കെ എന്തുണ്ട്? വായു ഉണ്ട്. നമ്മളൊക്കെ ശ്വസിക്കുന്നത് വായുവാണ്. അതിനും പുറത്ത്, അതിൻ്റെ ഒരു അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതം, വായു ഒന്നും ഇല്ലാത്തൊരു സ്ഥലം, ഒന്നുമില്ലാണ്ട് ശൂന്യമായി കിടക്കുന്ന ഒരു സ്ഥലമാണ് ബഹിരാകാശം എന്ന് പറയുന്നത്. സ്പേസ് ഇസ് ദ ഹാർഡസ്റ്റ് വാക്യൂം വിതൗട്ട് എയർ ഔട്ട്സൈഡ് ഓഫ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ. അതിനെയാണ് മക്കളെ എന്ത് പറയുക? ബഹിരാകാശം എന്ന് പറയാം അല്ലേ. അപ്പോൾ ബഹിരാകാശത്ത് നമുക്ക് ഇവിടെ നിന്ന്, ഭൂമിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ബഹിരാകാശ നക്ഷത്രങ്ങളെ കാണാൻ പറ്റും ഇല്ലേ. നമ്മളിങ്ങനെ രാത്രി ഇങ്ങനെ നോക്കുമ്പോൾ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, എന്തോരം സ്റ്റാർസിനെയാണ് കാണാൻ പറ്റുക അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ബഹിരാകാശത്ത് പോയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റിയാലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബഹിരാകാശ നിലയം എന്ന പരീക്ഷണശാല നിർമ്മിച്ചത്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ്. എങ്ങനെയുണ്ട്, ഒക്കെയാണോ, നമുക്കൊക്കെ പോയി ജീവിക്കാൻ പറ്റുമോ നോക്കുകയാണ് അല്ലേടാ. അപ്പോൾ ഈ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ലബോറട്ടറി സെറ്റപ്പ് ഇൻ ദ സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബഹിരാകാശ നിലയം എന്ന് പറയുന്നത് സെറ്റാ. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരിക? വായു ഉണ്ടോ അവിടെ? നമ്മളെപ്പോലെ മിസ്സിനിപ്പോൾ ശ്വസിക്കുന്നത് പോലെ SB മിസ്സൊക്കെ അവിടെയാണെങ്കിൽ നിങ്ങൾ ദാ പിടിച്ചോ പറഞ്ഞ് പാല് നടക്കായിരിക്കും. കാരണം വായുരഹിതമായിട്ടുള്ള സ്ഥലമാണ്. വായുവില്ല, ജലമില്ല, ഭാരമില്ല. നോ എയർ, നോ വാട്ടർ, നോ വീറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ബഹിരാകാശ നിലയം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ, സെറ്റല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ചിത്രം നിരീക്ഷിച്ച ഇവ എന്തെന്ന് എഴുതുക. ഇവയുടെ പ്രത്യേകതകൾ എഴുതുക. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് what these are and also note the characteristic എന്ന് പറഞ്ഞു. എന്താണ് ഇതിൽ കാണുന്നത്? ബ്ലർ ആയിട്ട് എന്തോ ഒരു സാധനം കാണുന്നുണ്ടല്ലേ. പക്ഷെ എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇതാണ് നമ്മുടെ പ്ലാങ്ക്ടൺസ്. മറന്നുപോയോ? ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി നടക്കുന്ന ചെറു സസ്യങ്ങളെയാണ് നമ്മൾ പ്ലവകങ്ങൾ എന്ന് പറയുന്നത് അല്ലേ.
ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചാണ്. ഇതൊക്കെ ചോദിക്കും, എല്ലാ ചാപ്റ്റേഴ്സും എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കും. മിക്കവാറും എല്ലാ ആക്ടിവിറ്റീസിലും ഓരോരോ ചാപ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ പ്ലവകങ്ങളാണ് അതെന്താ ചെയ്യുന്നത്? ദേ ആർ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഹാബിറ്ററ്റ് സിസ്റ്റം ഓഫ് ദ ഓഷ്യൻ. സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയിൽ ഒരു ഉൽപ്പാദകരാണ്. അവരാണ് എന്താണ്, ഒരു സസ്യമാണല്ലോ, ഒരു ചെറു സസ്യമാണല്ലോടാ, നമ്മുടെ മീനും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സസ്യമാണ്. സോ അതിനൊരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ആരെന്ന് പറയുന്നത്, പ്ലാങ്ക്ടൺസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ അത് ആലോചിച്ച് വെക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഇമേജ്. ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്തെന്ന് വിശദമാക്കുക. ജലമലിനീകരണത്തിന് 3 കാരണങ്ങൾ, വാട്ടർ പൊല്യൂഷന് 3 റീസൺസ്, ആൻഡ് 2 മെത്തേഡ് ഓഫ് വാട്ടർ കൺസർവേഷൻ, ജലസംരക്ഷണ മാർഗങ്ങളും എൻ്റെ മക്കളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് മക്കളെ അവിടെ കാണുന്നത്? എപ്പോഴും നമ്മൾ ചെയ്യുന്ന പരിപാടി, നമ്മൾ എന്ത് ചെയ്യും, ഒരു മാഗി ഉണ്ടാക്കണമെങ്കിൽ പോലും വെള്ളം എടുത്ത് ചൂടാക്കും. അത് ചെയ്യാത്ത ആളുണ്ടോ? ചായ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, വെള്ളം ചൂടാകണം. ആ വെള്ളം ചൂടാകുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താടാ? ദാറ്റ് ഈസ് വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്ന് പറയുക അല്ലേ. എന്ന് വെച്ചാൽ ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്കും വ്യാപിക്കുന്നു. ദ സ്പ്രെഡിങ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾ ഓഫ് ലിക്വിഡ് ഫ്രം ദ സർഫസ് ഓഫ് സറൗണ്ടിങ് ഇസ് കോൾഡ് വേപ്പറൈസേഷൻ. എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള എന്തായി പറയുന്നത്, നമ്മുടെ ലിക്വിഡായിട്ട് നിൽക്കുന്ന, ദ്രാവകമായിട്ട് നിൽക്കുന്ന ആൾ എന്തായിട്ട് മാറാണ്? ചുറ്റുമുള്ള കണികളായിട്ട് അങ്ങനെ ബാഷ്പമായിട്ടെന്ന് വെച്ചാൽ വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറാം. ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ആള് ഗ്യാഷ്യസ് സ്റ്റേറ്റ്, എൽ ജി ആണ് എന്ത്, വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ബാഷ്പീകരണം. നമ്മൾ എന്ത് ചെയ്യുക, വെള്ളം ചൂടാക്കുക. വെള്ളം എന്ന് പറയുന്ന ആൾ ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അത് ചൂടാക്കുമ്പോൾ വാതകാവസ്ഥയിലോട്ട് പോവും. അത്രമാത്രം ആലോചിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള മാഗി ഉണ്ടാക്കുന്ന പരിപാടിയും ചായ ഉണ്ടാക്കുന്ന പരിപാടിയും ആലോചിക്കുക. അപ്പം ഇങ്ങനെ ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു. അപ്പോൾ വേപ്പറൈസേഷൻ എല്ലാ ടെമ്പറേച്ചറിലും നടക്കും എന്നും പറയുന്നുണ്ട്. എന്താണ് വേപ്പറൈസേഷൻ എന്ന് മാത്രം എൻ്റെ മക്കൾ പഠിച്ചാൽ മതി. അടുത്ത ചോദിച്ചത് വാട്ടർ പൊല്യൂഷൻ്റെ റീസൺസാണ്. ഒരുപാടുണ്ടല്ലേ. അതെൻ്റെ മക്കൾക്ക് എത്ര വേണമെങ്കിലും എഴുതി വെക്കാം. പ്ലാസ്റ്റിക് കൊണ്ടേ വലിച്ചെറിയുന്നത്, ഫാക്ടറിയിൽ നിന്നുണ്ടാകുന്ന വെള്ളം, രാസവളങ്ങളും കീടനാശിനികളും കെമിക്കൽ പെസ്റ്റിസൈഡ്സും കാര്യങ്ങളിൽ നിന്ന് വരുന്നത് ഒക്കെ എഴുതി വെക്കാം. എല്ലാം ശരിയാണ്. ഡംപിങ് വേസ്റ്റ് ഫാക്ടറി, ഡംപിങ് വേസ്റ്റ് മെറ്റീരിയൽ ഫ്രം ഫിഷ് ആൻഡ് മാർക്ക് മീറ്റ് ആൻഡ് ത്രോയിങ് പ്ലാസ്റ്റിക് വേസ്റ്റ്, വാഷിംഗ് വെഹിക്കിൾസ് ആൻഡ് ബാത്തിങ് കാറ്റൽ, സ്പ്രേയിങ് പെസ്റ്റിസൈഡ്സ് ആൻഡ് അഗ്രികൾച്ചർ ഫീൽഡ് എല്ലാം എന്താണ്? വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണത്തിൻ്റെ റീസൺസ് ആണ്. അതിൻ്റെ മക്കൾ ആലോചിച്ച് മനസ്സിൽ തോന്നുന്ന ഏത് എഴുതി വെച്ചാലും ശരിയാ. മിസ് പറഞ്ഞ തന്നെ എഴുതണമെന്നില്ല കേട്ടോ. സെറ്റ് റെഡി? ഇനി നമ്മളോട് ചോദിച്ചത് ജലസംരക്ഷണ മാർഗങ്ങളാണ്, വാട്ടർ കൺസർവേഷൻ മെത്തേഡ്സ് ആണ്. ഇഷ്ടംപോലെ അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതി വെക്കാം. മിസ് കുറച്ചെണ്ണം വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മഴക്കുഴികളല്ലേ, നമ്മൾ പലപ്പോഴും നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന പരിപാടിയാണ്. മഴ പെയ്യുന്നതിന് മുമ്പേ കുഴി ഉണ്ടാക്കും. കുഴി ഉണ്ടാക്കിയ മഴവെള്ളം കുഴിയിലോട്ട് പോയിട്ട് ഭൂമിയുടെ അടിയിലോട്ട് പോകും. സോ റെയിൻ ഹാർവെസ്റ്റിംഗ് പിറ്റ്, മഡ് വോൾസ്, കയ്യാലകൾ നിർമ്മിക്കുക, അത് നമുക്ക് ചെയ്യാൻ പറ്റിയ വാട്ടർ കൺസർവേഷൻ മെത്തേഡാണ്. പിന്നെ ഇഷ്ടംപോലെ മെത്തേഡുകളുണ്ട്. മഴവെള്ളം കിണറിലോട്ട്, റെയിൻ വാട്ടറിനെ നമുക്ക് വെള്ളിലോട്ട് എത്തിക്കാൻ വേണ്ടി പറ്റും. ആൻഡ് പ്രിപ്പയറിംഗ് ബേസിൻസ്, തടം എടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ മഴ പെയ്യുന്നതിന് മുമ്പേ തടം എടുത്ത് വെക്കും. എന്നിട്ട് വളങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് സെറ്റാക്കി വെക്കും. അപ്പം എന്ത് ചെയ്യാം, ഭൂമിയുടെ അടിയിലോട്ട് മണ്ണിലോട്ട് വെള്ളം പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. ഏത് എഴുതിയാലും സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ മക്കളും അടിപൊളിയായിട്ട് എക്സാം എഴുതണം. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. മിസ് ആത്മാർത്ഥമായിട്ട് പറയുന്നു, എൻ്റെ എല്ലാ മക്കൾക്ക് എ ഗ്രേഡ് കിട്ടട്ടെ. അപ്പം മാരത്തോണുകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. നമ്മൾ ക്ലാസ്സുകളൊക്കെ തരുന്നുണ്ട്, അതൊക്കെ കാണാം. അടിപൊളിയാക്കുക, സെറ്റാക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ. സി യു ഡിയേഴ്സ്.